ലക്ഷദ്വീപ് സന്ദർശിക്കാനുള്ള നിബന്ധനകളിൽ വലിയ മാറ്റങ്ങളുമായി ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ. പ്രധാന നിബന്ധനകളായ പോലീസ് ക്ലിയറൻസും സ്പോൺസർഷിപ്പുമാണ് ഒഴിവാക്കിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച അറിയിപ്പ് ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. ലക്ഷദ്വീപ് കാണാൻ കൊതിക്കുന്ന സഞ്ചാരികൾക്ക് ആശ്വാസമുള്ള വാർത്ത. വലിയ കടമ്പകൾ നീങ്ങുകയാണ്. ലക്ഷദ്വീപ് സന്ദർശിക്കുന്നതിന് പ്രത്യേക എൻട്രി പെർമിറ്റിന് അപേക്ഷ നൽകണമായിരുന്നു. ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയാണ് ഓൺലൈനായി സമർപ്പിക്കേണ്ടത്. ഇതിന് പ്രധാന രേഖയായിരുന്നു പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്. കൂടാതെ ദ്വീപിൽ സ്ഥിരമായി താമസിക്കുന്ന ഒരു വ്യക്തിയോ അംഗീകൃത ട്രാവൽ ഏജൻസിയോ വിനോദസഞ്ചാരിയെ സ്പോൺസർ ചെയ്യുകയും വേണം. ഇവ രണ്ടും ഒഴിവാക്കിക്കൊണ്ടുള്ള അറിയിപ്പ് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. എന്നാൽ ഉത്തരവിറക്കിയിട്ടില്ല. വളരെ പ്രയോജനമായ ഒരു അവസ്ഥയിലേക്ക് മാറി. ഇപ്പം ഏകദേശം ഒരു ദിവസം കൊച്ചിയിൽ നിന്ന് തന്നെ 200ഓളം പേരെ പാസഞ്ചേഴ്സിനെ കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ആ മാറ്റം വന്നത് ഡെഫിനറ്റായിട്ടും ടൂർ ഓപ്പറേഷനും ട്രാവൽ ഏജൻസികൾക്കും ലക്ഷദ്വീപിനും ഗുണകരമായി മാറും. 2024 മാത്രം 67,000 പേർ ലക്ഷദ്വീപ് സന്ദർശിച്ചുവെന്നാണ് കണക്ക്. വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടിക്രമങ്ങൾ ലളിതമാക്കിയിരിക്കുന്നത്. എന്നാൽ ദ്വീപിലേക്ക് യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന തീയതിക്ക് കുറഞ്ഞത് 14 ദിവസം മുൻപെങ്കിലും പെർമിറ്റിനായി അപേക്ഷിക്കണം. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.